Hi friends, എല്ലാവർക്കും ക്രിയേറ്റീവ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ഇന്ന് നമ്മളെ ചാനൽ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ സ്നാപ്ഡീലിൽ നിന്ന് നമ്മളെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലെവലിയർ മൈക്ക് വാങ്ങിച്ചിരുന്നു. നമ്മളെ ഓഡിയോ ക്ലാരിറ്റി എൻ്റെ ചില റിലേറ്റീവ്സൊക്കെ വിളിച്ചിട്ട് അത്ര ശരിയില്ല പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ലെവലിയർ മൈക്ക് വാങ്ങിച്ചിരുന്നു. ഇത് സ്നാപ്ഡീലത്തെ അജ്രോഡീൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മൈക്കാണ്. പിന്നെ ബാക്കത്തെ ഇൻഫോ പേപ്പറൊക്കെ പേഴ്സണൽ റീസൺസിനായിട്ട് ഞാൻ ഊരി മാറ്റി. കാരണം പേഴ്സണൽ ഇൻഫോ ആണല്ലോ, അങ്ങനെ ലീക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഊരി മാറ്റി. അപ്പോൾ ഏതായാലും നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോവാം. ഇത് 236 രൂപക്ക് സ്നാപ്ഡീലിൽ നിന്ന് വാങ്ങിച്ചാണ്. അജ്രോഡീൽ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി എൻ്റെ എടുക്കുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ കീറി തുറന്നപ്പാട് തന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സേഫ്റ്റി ഫോയിൽ ചുറ്റിയിട്ടുണ്ട്. സേഫ്റ്റി ബബിൾ ഫോയിൽ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സിൽവർ ടൈപ്പ് പേപ്പറും ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഊരി മാറ്റാം. സിൽവർ ആയിട്ടുള്ള ഒരു ഫോയിലല്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ ബബിൾ റാപ്പ് ഊരി മാറ്റാം. നമ്മൾ സേഫ്റ്റി ബബിൾ റാപ്പ്. ഗായ്സ്, എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. വാവ് ഗായ്സ്, നമ്മളെ മൈക്ക് അങ്ങനെ പുറത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഏതായാലും മൈക്കിനെ അൺപാക്ക് ചെയ്യാം. വാവ് ഗൈസ്, നോക്കിയ ഗൈസ്, എത്ര ബ്യൂട്ടിഫുള്ളാണ് നമ്മളെ മൈക്ക്. ഗൈസ്, നല്ല ക്വാളിറ്റിയിലൊരു മൈക്ക് തന്നെയാണ് കാണുമ്പോൾ തന്നെ. അതിൻ്റെ പോപ്പ് ഫിൽറ്ററിനൊക്കെ നല്ല ക്ലീൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മൈക്കിനൊക്കെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. ഊരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പോപ്പ് ഫിൽറ്റർ ഊരി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. പിന്നെ നല്ല വയറ് തന്നെയാണ്. വയറിൻ്റെ ക്വാളിറ്റി ഞാൻ അത്ര നല്ലതൊന്നും പറയത്തില്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വയർ തന്നെയാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ 236 രൂപയ്ക്ക് വലിയ ക്വാളിറ്റി ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് ഇതിന് അറ്റ്മോസ്റ്റ് കെയറിൽ തന്നെ നിങ്ങളിത് സൂക്ഷിക്കണം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല നമ്മളെ മറ്റേ കോളർ ഹുക്കൊക്കെ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഗൈസ്, നമ്മളെ മൈക്കിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് അടുത്തത് ഇതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് അടുത്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ നമ്മളെ കോളർ ഹുക്ക് കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിങ്ങനെ ഈ വയറിലേക്ക് കൂടെ താഴോട്ട് പോകും. അപ്പോൾ നമുക്ക് ഹുക്ക് ചെയ്താൽ ശരിക്കും നിൽക്കത്തില്ല ഇവിടെ. അപ്പോൾ ഇതിന് അവരെന്താ സിസ്റ്റം തന്നിട്ടുള്ളത് വെച്ചാൽ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന റൗണ്ടിൽ ചെറിയ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ സാധനത്തിൽ നമ്മൾ ഞെക്കി പിടിക്കണം. അപ്പോൾ ഈ ഹോൾസ് വലുതായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കയറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വിട്ടു കൊടുക്കാം. അപ്പോൾ ഇത് ടൈറ്റായിട്ട് ആ ഹോൾസിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. ആസ് യു പീപ്പിൾ ക്യാൻ സീ, ഇത് നല്ല വൃത്തിക്ക് തന്നെ ആ ഹോൾസിൽ സ്റ്റഡി ആയിട്ട് നിൽക്കും. അതിനുശേഷം നമ്മൾക്ക് നമ്മളെ പോപ്പ് ഫിൽറ്റർ ഇട്ട് കൊടുക്കാം. പോപ്പ് ഫിൽറ്റർ നല്ല വൃത്തിക്ക് തന്നെ ഇടണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ വീഡിയോന് നല്ല ഓഡിയോ ക്വാളിറ്റി കിട്ടത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താ വെച്ചാൽ, നിങ്ങളെ മൊബൈലിൻ്റെ ഇൻറ്റേർണൽ മൈക്രോഫോണും പിന്നെ പുറത്തുനിന്ന് എക്സ്റ്റേണലായിട്ട് നിങ്ങളൊരു ഒരു ലെവലിയർ മൈക്കോ വേറെ മൈക്രോഫോണോ കണക്ട് ചെയ്തിട്ട് സ്പീക്ക് ചെയ്താൽ അതിൻ്റെയും ഇൻറ്റർണൽ മൈക്രോഫോണും എക്സ്റ്റേണൽ മൈക്രോഫോണും തമ്മിലുള്ള വോയിസ് ക്ലാരിറ്റീൻ്റെ ക്വാളിറ്റിയുടെ വ്യത്യാസം കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും നമുക്ക് ആ സിസ്റ്റം നമുക്ക് ജസ്റ്റ് നമ്മളെ ചെക്കിങ്ങിലേക്ക് വെക്കാം. ഞാനിപ്പോൾ സംസാരിക്കുന്നത്, നിങ്ങളിപ്പോൾ എൻ്റെ വോയിസ് കേൾക്കുന്നത് നമ്മുടെ മൊബൈലിൻ്റെ ഇൻറ്റേർണൽ ഓഡിയോയിൽ നിന്നാണ്. അപ്പോൾ ഹലോ മൈക്ക് ടെസ്റ്റിംഗ് 1 2 3, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് എക്സ്. ഹലോ ഗായ്സ്, ഹലോ. അപ്പോൾ ഇനി ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ട് വോയിസ് ക്വാളിറ്റി കാണിച്ചു തരാം. അപ്പോൾ യെസ്, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നമ്മളെ എക്സ്റ്റേണൽ ലെവലിയർ മൈക്കിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ മറ്റേ മൊബൈലിൻ്റെ ഇൻറ്റർണൽ മൈക്രോഫോണും ഇതിൻ്റെ എക്സ്റ്റേണൽ മൈക്രോഫോണിൻ്റെയും ഓഡിയോ ക്വാളിറ്റീനെ പറ്റിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യുക. നല്ലൊരു മൈക്ക് തന്നെയാണിത്. പിന്നെ എൻ്റെ കുറച്ച് റിലേറ്റീവ്സൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മളെ വീഡിയോക്ക് ചെറിയ ഓഡിയോയുടെ പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് സ്നാപ്ഡീലിൽ നിന്ന് ഈ മൈക്ക് വാങ്ങിച്ചത്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അതുമാത്രമല്ല ഗൈസ്, നിങ്ങൾക്ക് ഈ ഓഡിയോ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പോൾ ഒന്നും കൂടി ഞാൻ ഒന്ന് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ഫുള്ളായിട്ട് മനസ്സിലാവും. ഹലോ, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് എക്സ്. ഹലോ മൈക്ക് ടെസ്റ്റിംഗ് 1 2 3, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് എക്സ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ഓഡിയോ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അത്ര പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.